എല്ലാവർക്കും നമസ്കാരം. വലിയ അനുഭവങ്ങളൊന്നും കുഞ്ഞനുഭവങ്ങളെന്നൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലേ. അനുഭവങ്ങൾ ഗോവിന്ദാ മിണ്ടാതിരിക്കടാ. ഞാൻ ഈ ചേച്ചിയുടെ അനുഭവം എന്ന് പറയട്ടെ. രേഷ്മ ചേച്ചിയുടെ അനുഭവമാണേ. രേഷ്മ ചേച്ചിയുടെ ഒരു കുഞ്ഞനുഭവം എന്ന് പറഞ്ഞാണ് അയച്ചു തന്നത്. എന്തൊരു സന്തോഷമാണെന്നറിയോ ഇത്തരം അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ. ഓരോ ദിവസത്തിലുള്ള ചില ചില കാര്യങ്ങളായിരിക്കും നമ്മൾ അനുഭവങ്ങളായിട്ട് വരുന്നത്. ചിലത് വളരെ കാലം കൊണ്ട് നമ്മൾ കണ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളായിരിക്കും. ഈ അനുഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ എൻ്റെ പേര് രേഷ്മ എന്നാണ്. എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാനുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന വഴിയിൽ കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്ഥിരമായി ഞാൻ പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ പോകുന്നുണ്ട്. എൻ്റെ സന്തോഷവും പരിഭവവും ഞാൻ കണ്ണനോട് എപ്പോഴും പറയും. വിഷമിച്ച് എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ദൂരെ നിന്ന് ഒരു മാമൻ വരുന്നത് കണ്ടുട്ടോ. എൻ്റെ കയ്യിലൊരു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. മാമൻ്റെ കയ്യിലൊരു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. അത് എനിക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, കോവിലിന് കിട്ടിയ ഉണ്ണിയപ്പാണെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കഴിച്ച് എൻ്റെ ഭഗവാൻ എൻ്റെ പ്രാർത്ഥനകൾ കേട്ടു. കണ്ണൻ കൊണ്ടുവന്ന ഉണ്ണിയപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഹരേ കൃഷ്ണ. ആ ഉണ്ണിയപ്പം കിട്ടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ചില സമയങ്ങളിൽ അതാണല്ലേ നമുക്ക് കിട്ടുന്നതിൻ്റെ രുചിയൊന്നുമല്ല, നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്, ആരാണ് തരുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണനെ ഭഗവാനെ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഇങ്ങനെയൊരു സമ്മാനം കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ഈ ഉണ്ണിയപ്പ അനുഭവം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രൂപ്പിൽ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.